ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡ്രോയിങ് ടൂൾസിൽ ലൈൻ ടൂളായിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൽ നമുക്ക് 4 മെത്തേഡ്സാണ് റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ടുള്ളത്. മൗസ് യൂസ് ചെയ്ത് വരയ്ക്കാം, ഏരിയ കൊടുത്തിട്ട് വരയ്ക്കാം, ഡയമെൻഷൻ കൊടുത്ത് വരയ്ക്കാം, അതുപോലെ റൊട്ടേഷൻ കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ 4 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൈ യൂസിങ് മൗസ് നോക്കാം. മൗസ് എന്ന് പറയുമ്പം ജസ്റ്റ് നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ടോപ്പിലായിട്ട് ലൈനും പോളി ലൈൻ സർക്കിൾ അതിൻ്റെ അടുത്തായിട്ട് റെക്റ്റാങ്കിൾ ഉണ്ട്. നമ്മൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. മൗസും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് കോർണർ പോയിൻറ്റും സെക്കൻഡ് കോർണർ പോയിൻറ്റും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. ജസ്റ്റ് മൗസും കൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മെത്തേഡാണ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ എടുക്കുക, ഫസ്റ്റ് കോർണർ പോയിൻ്റ് സെലക്ട് ചെയ്യുക, താഴെ കമാൻഡ് ബാറിൽ എന്ത് വന്നു, ഏരിയ കൊടുക്കാം. അതിനു മുന്നേ റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ട് കീ REC എന്നാണ്. കമാൻഡ് ബാറിൽ REC എന്ന് എൻ്റർ ചെയ്താൽ റെക്റ്റാങ്കിൾ വരും. അതല്ലെങ്കിൽ ടോപ്പിൽ റെക്റ്റാങ്കിൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഫസ്റ്റ് കോർണർ പോയിൻ്റ് പറഞ്ഞു കൊടുത്തു. ഇനി സെക്കൻഡ് കോർണർ പോയിൻ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ താഴെ ഏരിയ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഏരിയ ക്ലിക്ക് ചെയ്യുക. ഏരിയ ക്ലിക്ക് ചെയ്യുമ്പം അവരെന്ത് ചോദിക്കുന്നത്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പറഞ്ഞു കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എത്ര 100 എന്നിപ്പം ജസ്റ്റ് 100 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ അവരെന്താ ചോദിക്കുന്നത്, ലെങ്ത് ഓർ വിഡ്ത്ത് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ലെങ്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ലെങ്ത് ഒരു 5 എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തത് ഏരിയ 100ഉം ലെങ്ത് 5ഉമാണ്. നമുക്കപ്പം കറക്റ്റായിട്ടാണോ കിട്ടിയ ഡയമെൻഷൻ കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എത്രയാണ്, 20 ആണ് കിട്ടിയത്. അപ്പോൾ കറക്റ്റാണല്ലോ. 20 ഇൻറ്റു 5 എത്ര, 5 ആയിരുന്നു നമ്മൾ ലെങ്ത് എൻ്റർ ചെയ്ത്. അപ്പോൾ 20 ഇൻറ്റു 5 100. അപ്പോൾ കറക്റ്റ് അല്ലേ നമുക്ക് കിട്ടിയ ഏരിയ, നമ്മൾ 100 തന്നെയായിരുന്നു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഏരിയ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, റെക്റ്റാങ്കിൾ വരയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് നമുക്ക് എന്താണ്, റെക്റ്റാങ്കിൾ എടുക്കുക, ഫസ്റ്റ് കോർണർ പോയിൻ്റ് സ്പെസിഫൈ ചെയ്തു. അത് കഴിയുമ്പോൾ താഴെ ഡയമെൻഷൻ എന്നുണ്ട്. നമ്മൾ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, നമ്മളൊരു ലെങ്ത് സ്പെസിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ഒരു ലെങ്ത് 10 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 എൻ്റർ ചെയ്തു. അപ്പോൾ അവർ വിഡ്ത്ത് ചോദിക്കുന്നുണ്ട് അല്ലേ, സ്പെസിഫൈ വിഡ്ത്ത് ഫോർ റെക്റ്റാങ്കിൾ എന്ന് ചോദിക്കുന്നുണ്ട്. വിഡ്ത്ത് ഒരു 15 എൻ്റർ ചെയ്തു. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ നമ്മൾ കൊടുത്ത. എന്നിട്ട് നമുക്ക് മൗസും കൊണ്ട് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ അല്ലെങ്കിൽ നമ്മൾ കീബോർഡിൽ എൻ്റർ അടിച്ചാലും മതി. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ യൂസ് ചെയ്ത് വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇനിയൊരു ഇതുകൂടെ താഴെ ഉണ്ടായിരുന്നു, ഒരു സബ് ഓപ്ഷൻ കൂടെ ഉണ്ടല്ലോ. അതായത് റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഫസ്റ്റ് കോർണർ പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് താഴെ റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേഷൻ കണ്ടോ, നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ എവിടെ വേണേലും വെക്കാൻ പറ്റും. നമുക്കൊരു റൊട്ടേഷൻ ആംഗിൾ നമുക്ക് മൗസും കൊണ്ട് എവിടെ വേണേലും ക്ലിക്ക് ചെയ്താൽ വെക്കാം. അല്ലാതെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം എത്ര ആംഗിളിൽ വെക്കണമെന്ന്. ഞാൻ ജസ്റ്റ് ഒരു 30 ഡിഗ്രി ആംഗിളിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇത് 30 ഡിഗ്രി ആംഗിളാണ്. മൗസും കൊണ്ട് വേണേൽ നമുക്ക് ഡയമെൻഷൻ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കമാൻഡ് ബാറിൽ ഡയമെൻഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് 10ഉം 15ഉം തന്നെ ഞാൻ ഇവിടെയും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ എന്നിട്ടൊരു എൻ്റർ കൂടെ അടിക്കണേ. അപ്പോൾ അവിടെ സാധനം അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൊട്ടേഷൻ. എനിക്കിപ്പം ഓക്കെ, ഇനിയിപ്പം ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചാൽ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ആക്കണമെങ്കിൽ റൊട്ടേഷൻ എടുക്കുക, അവിടെ ഞാൻ 0 എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്ക് നേരെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്ത ഇതെല്ലാം അവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം എടുത്തിട്ട്
ഒരു റെക്റ്റാങ്കിൾ എടുത്തു. നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു എടുത്തത്? ഏരിയ ആയിരുന്നു എടുത്തത്. ഏരിയ ഇപ്പോഴും 100 കിടക്കുക, നമുക്ക് 0 ആക്കി കൊടുക്കാൻ പറ്റും, എന്നാലേ അവിടെ ചേഞ്ച് ആകത്തുള്ളൂ. അതുപോലെ ഓക്കെ, അതുപോലെ നമ്മൾ പിന്നെ എടുത്തത് എന്തായിരുന്നു? ഡയമെൻഷനായിരുന്നു. ഡയമെൻഷനും കണ്ടു ഡിഫോൾട്ടായിട്ട് അതവിടെ സെറ്റായിട്ട് കിടക്കുകയാണ്, അത് 0 ആക്കി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ വാല്യൂസ് എല്ലാം നമ്മൾ 0 ആക്കിയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് റെക്റ്റാങ്കിൾ ആണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് റെക്റ്റാങ്കിൾസ്. അപ്പോൾ വി ഹാവ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ്. ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുമ്പം റെക്റ്റാങ്കിളിൻ്റെ 5 സ്റ്റൈൽസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് 5 സ്റ്റൈൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ചാംഫർ ആണ്. ചാംഫർ, പിന്നെ എന്താ ഉള്ളത്? ഫില്ലറ്റ്. ചാംഫർ, ഫില്ലറ്റ്, വിഡ്ത്ത്, എലവേഷൻ, തിക്നെസ്, ഇത്രയാണ് മെയിനായിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ സ്റ്റൈൽസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുമ്പം തന്നെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, അല്ലെ മേളിൽ നിന്ന് ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെ താഴെ കമാൻഡ് ബാറിൽ REC എന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പം തന്നെ താഴെ കാണാം നമുക്ക് ചാംഫർ, എലവേഷൻ, ഫില്ലറ്റ്, തിക്നെസ്, വിഡ്ത്ത്. അതിൽ നമുക്ക് ഫസ്റ്റ് ചാംഫർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ എടുത്ത് ജസ്റ്റ് വരച്ചു. ഞാൻ ജസ്റ്റ് ലൈനും കൊണ്ട് ഇവിടെ ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണ്. നമുക്കിവിടെ കറക്റ്റ് എത്ര വിഡ്ത്ത് എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 6.9, ഓക്കെ, ഒരു 7 ഒക്കെ നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ റെക്റ്റാങ്കിൾ എടുക്കുന്നു, ചാംഫർ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ചാംഫർ ഡിസ്റ്റൻസ് 7 കൊടുക്കുന്നു, എന്നിട്ട് എൻ്റർ ചെയ്യുന്നു. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ചോദിക്കുന്നു, അത് ഞാൻ 7 തന്നെ എൻ്റർ ചെയ്യുന്നു. ഇനി ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പം കണ്ടോ, ഇവിടെ ഒരു ഇൻക്ലിനേഷൻ കൊടുത്തേക്കുക, അല്ലേ? 4 സൈഡിലും ഇൻക്ലിനേഷൻ കൊടുത്തതുപോലെ നമുക്ക് കിട്ടും. അതാണ് ചാംഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫില്ലറ്റ്. ഫില്ലറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് റെക്റ്റാങ്കിൾ എടുക്കുന്നു, താഴെ ഓക്കെ എലവേഷൻ പറയാം, അതിന് പിന്നെ ഫില്ലറ്റും കൂടെ പറയാം. ഫില്ലറ്റ് സെലക്ട് ചെയ്യുന്നു, റേഡിയസ് ഓഫ് റെക്റ്റാങ്കിൾ എത്ര വേണമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ 7 തന്നെ കൊടുക്കുക, എൻ്റർ കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഫില്ലറ്റ് എന്ന് പറയുമ്പം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കേർവായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. ചേംഫർ എന്ന് പറയുമ്പം ഒരു ഇൻക്ലിനേഷൻ കൊടുത്ത് അങ്ങനെ ഒരു അങ്ങനെ ഇൻക്ലിനേഷൻ ആയിരുന്നു കൊടുക്കുന്നത്, ഒരു ലൈൻ വെച്ചിട്ടല്ലേ. ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കേർവായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ റേഡിയസ് ജസ്റ്റ് 7 കൊടുത്തതേ ഉള്ളൂ, ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? അതിനകത്ത് റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് വിഡ്ത്തും കൂടെ പറയാം. വിഡ്ത്ത് എന്ന് പറയുമ്പം വിഡ്ത്ത് നമുക്കൊരു 2.5 വിഡ്ത്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, 2.5 കൊടുക്കുന്നു, എന്നിട്ട് വരയ്ക്കും. കണ്ടോ, ഇതാണ് വിഡ്ത്ത്. റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം അവിടെ ഡിഫോൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത്, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കുമ്പം ഇതേപോലെ ഫില്ലറ്റും ചേംഫറും ഒക്കെ ഓണായി കിടക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് അതൊക്കെ ഒന്ന് 0 ആക്കി എപ്പോഴും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വിഡ്ത്തും 2.5 കിടക്കുന്നത് കണ്ടു, അത് നമുക്ക് 0 ആക്കാം. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇനി നമുക്ക് അതിനകത്ത് എന്തായിരുന്നു? റെക്റ്റാങ്കിളിനകത്ത് ഇനി നമുക്ക് പറയാനുള്ള എന്താണ്? എലവേഷനാണ്, അല്ലേ? എലവേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ജസ്റ്റ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഞാൻ റെക്റ്റാങ്കിൾ എടുത്തിട്ട് എലവേഷൻ ഒരു 250 കൊടുക്കുക. ഒരു 250 കൊടുത്തിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോവാം. ഓക്കെ, നമ്മളിപ്പം ഇത് ടോപ്പ് വ്യൂവിലാണ് കാണുന്നത്, അല്ലേ?
ഈ ടോപ്പ് വ്യൂ ഞാൻ മാറ്റി SW ഐസോമെട്രിക്കിലിടും. ഓക്കെ, SW ഐസോമെട്രിക്കിലിട്ടാൽ ആ 3D കാണാൻ നമ്മൾ ഇടത്തില്ലേ, അതാണ് SW ഐസോമെട്രിക്. SW ഐസോമെട്രിക്കിലിടുമ്പം ഇതിൻ 2 പ്ലെയിനിലായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, സെയിം പ്ലെയിനിലാണോ? അല്ല, ഒന്നിൻ്റെ മുകളിലായിട്ടാണ് മറ്റൊന്ന് കിടക്കുന്നത്. ടോപ്പ് വ്യൂയിലായി പോയി. ഓക്കെ, കണ്ടോ, ഒന്നിൻ്റെ മുകളിലായിട്ടാണ് മറ്റൊന്ന് കിടക്കുന്നത്. അപ്പം അല്ലേ, സെയിം ഇതിലല്ല കിടക്കുന്നത്, മുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് എലവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം വരച്ചേക്കുന്നത് നമ്മൾ എന്താ 0 എലവേഷനിൽ, മറ്റേത് വരച്ചേക്കുന്നത് 250 എലവേഷനിലാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനിയും നെക്സ്റ്റ് തിക്നെസ് ആണ് ഇനിയും പറയാനുള്ളത് അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുക, തിക്നെസ് എടുക്കുക. തിക്നെസ് നമുക്കൊരു 15 വരയ്ക്കാം. തിക്നെസ് ഞാനൊരു 15 എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ SW ഐസോമെട്രിക്കിലിടുവാണ്. SW ഐസോമെട്രിക്കിലിട്ടിട്ട് നോക്കാം. അപ്പം കണ്ടോ, ഇതാണ് 15 തിക്നെസ്സിലുള്ള റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് റെക്റ്റാങ്കിൾസ് പഠിച്ചു. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് റെക്റ്റാങ്കിൾ ചേംഫർ പഠിച്ചു. ചേംഫറിനകത്ത് ഇൻക്ലിനേഷൻ കൊടുക്കുന്ന പോലെ കട്ട് ചെയ്യാനാണ്. ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ കേർവ് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ വിഡ്ത്ത്, അതായത് റെക്റ്റാങ്കിളിനൊരു സ്പെസിഫൈ വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ എലവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 0 എലവേഷനിൽ ഒരു റെക്റ്റാങ്കിളും 250 എലവേഷനിൽ ഒരു റെക്റ്റാങ്കിളും വരച്ചിട്ട് നമ്മൾ SW ഐസോമെട്രിക്കിലിട്ട് നോക്കുമ്പം നമുക്ക് മനസ്സിലായി ഒരു റെക്റ്റാങ്കിൾ വരുന്നത് മറ്റേ റെക്റ്റാങ്കിളിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. നമ്മൾ പക്ഷേ ലൈൻ ടൂൾ വെച്ചിട്ട് ആ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതെങ്കിൽ എന്തായിരിക്കും, 0 പ്ലെയിനിലേ വരത്തുള്ളൂ. നമ്മളിത് എലവേഷൻ കൊടുത്തിട്ട് ചെയ്തുകൊണ്ടാണ് 2 പ്ലെയിനിലായിട്ട് വന്നത്. പിന്നെ നമ്മൾ കൊടുത്ത എന്താണ്, തിക്നെസ്സാണ്. തിക്നെസ് കൊടുക്കുമ്പോൾ നമ്മളെ 3Dയിൽ SW ഐസോമെട്രിക്കിലിട്ട് നോക്കുക, SC ഐസോമെട്രിക്ക് സെലക്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് തിക്നെസ് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.